ശാന്തമീരാവിൽ ഉണ്ണിയേശു പാരിൽ ജാതനായി താരകങ്ങളുമായി കണ്ണു ചിമ്മി നിൽപ്പൂ സ്തുതികളോടെ വാനദൂതർ പാടി പുണ്യമീ വേളയിൽ ഉണ്ണിസൻ പുഞ്ചിരി വിളിച്ചാൽ വിളി കേൾക്കുമമ്മേ കൊരട്ടി മുത്തിയമ്മേ കനിവിൻ കേദാരമമ്മേ കൊരട്ടി മുത്തിയമ്മേ ഞങ്ങൾ തന്നാശകൾ അഭിലാഷങ്ങളും നിൻ സവിധേ ചേർത്തിടുന്നു. സഹോദര, തളർത്താനായിട്ട് അനേകം ഇരുകാലികളുണ്ടാവും. അവരുടെ മുമ്പിലുണ്ടല്ലോ പതറാതെ പിടിച്ചു നിൽക്കണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ. അവർക്കൊരു അവസരം നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നല്ലോ. നിങ്ങളവർക്ക് പാടാനൊരു അവസരം കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ പാട്ടേ പാടത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതൊന്നും കൊടുക്കത്തില്ല. അവസരമൊന്നും കൊടുക്കാതിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് പറയും, അവരതല്ല പാടത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് പാടാൻ അറിയത്തില്ല എന്ന് നിങ്ങൾ കാരണം കണ്ടെത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നിങ്ങൾ അങ്ങ് അടിച്ചങ്ങ് താക്കുകയാണ്. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഈ അച്ഛൻ്റെ ആ ഒരു ടെൻഷൻ, അത് അച്ഛൻ പറയുന്നത് കേട്ടോ, ഞങ്ങൾ വേണമെങ്കിൽ ആ പാട്ട് തന്നെ നിർത്തിയേക്കാമെന്ന്, ഞങ്ങൾക്ക് വേറെ അവസരങ്ങൾക്ക് വേണ്ടിയെന്ന്. ഇവർക്ക് ഈ അവസരം കൊടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത് ഇവരാണെന്നും പറയുന്നു. കാരണം എത്ര പാട്ടുകളാണെന്നറിയാമോ കുഞ്ഞുങ്ങൾ പാടിയിരിക്കുന്നത് കാസറ്റുകളിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസരം നിഷേധിച്ച അസൂയ മൂത്ത കുറച്ച് കൂട്ടരുണ്ടായിരുന്നു. അവരെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കണ്ടിട്ടില്ലാത്തവരെ പോയി ആ വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയും അതോടൊപ്പം തന്നെ അമൃത ഷോയിലൂടെയൊക്കെ ഹിറ്റായിട്ടുള്ള കാർത്തിക എന്ന് പറയുന്ന കാത്തുകുട്ടിയും അതോടൊപ്പം തന്നെ കേദാർനാഥും അതിമനോഹരമായിട്ട് പാട്ട് പാടുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം, അല്ലാതെ തളർത്താനല്ല നോക്കേണ്ടത്. ഇവിടെ കുറച്ച് വിവാഹം ആൾക്കാർ ഈ പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തളർത്താൻ നോക്കുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവി അവർക്ക് നശിപ്പിക്കണം. അതാണ് അവർക്ക് വേണ്ടത്. കാര്യം ഇവർ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഏറ്റവും കൂടുതൽ പാടുന്നത് ക്രിസ്ത്യൻ പാട്ടുകളാണ്. അതുകൊണ്ട് ഇവർക്ക് മറ്റു മതക്കാരുടെ പാട്ടുകൾ പാടാനുള്ള കഴിവില്ല എന്ന് ഇവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭാവിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുമാത്രവുമല്ല, ഈ കുട്ടികൾക്ക് കിട്ടേണ്ട സ്റ്റേജ് പ്രോഗ്രാം പോലും അവർ ക്യാൻസൽ ചെയ്യുന്നു. അവർ മനഃപൂർവ്വം ഈ കുഞ്ഞുങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെതിരെ ഇവരുടെ അച്ഛൻ വന്ന്, അശോകൻ എന്ന് പറയുന്ന ഇവ കുഞ്ഞുങ്ങളുടെ അച്ഛൻ വന്ന് വളരെ വൈകാരികമായിട്ട് പ്രതികരിച്ചു. അതെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞതിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്ത നിരവധി ആൾക്കാരുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാരും വന്ന് ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന ചില നരഭോജികളുണ്ട്. അവരാണ് ഈ കുഞ്ഞുങ്ങളെ ഈ ലെവലിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും തളരരുത്. ഈ അച്ഛനോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും തളരരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറോ പറയാനുള്ളതല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി. കുഞ്ഞുങ്ങൾ നല്ല പോലെ പാട്ട് പാടുന്നുണ്ട്, നല്ല പോലെ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് കേട്ടുകൊണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവാം. ഈ കുഞ്ഞുങ്ങളുടെ പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കേൾക്കണം. നമ്മളെ അവിടെ പിടിച്ചിരുത്തിക്കളയും. അത്രമാത്രം നല്ല വോയിസാണ് മക്കളുടേത്. ഇവർ പറയുന്നത് ക്രിസ്ത്യൻ പാട്ട് പാടി എന്നുള്ള ഒരു കുറ്റത്തിന് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നശിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാമിലെ അവസരങ്ങൾ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ TV പ്രോഗ്രാമിലെ അവസരങ്ങൾ നശിപ്പിക്കുന്നു. എന്തിനാണിതൊക്കെ? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ചയിൽ പോയിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതല്ല. ജീവിതത്തിൽ അത് കുറച്ചുകൂടിയെങ്കിലും പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പിഞ്ചു കുരുന്നുകളെ നമുക്ക് മുമ്പോട്ട് അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അത് കുറെ കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ കുട്ടികൾ ക്രിസ്ത്യൻ പാട്ടേ പാടത്തുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ KS ചിത്ര, അതോടൊപ്പം തന്നെ രാധിക തിലക്, അതോടൊപ്പം തന്നെ സുജാത, MG ശ്രീകുമാർ, എത്ര പേർ ജയചന്ദ്രൻ, എത്ര പേര് ഹിന്ദുമതത്തിലുള്ളവർ ക്രിസ്ത്യൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവരെ ഒന്നും നിങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. മതസൗഹാർദ്ദം പറയുന്ന സമയത്ത് മാത്രം പോരാ. ആ കുഞ്ഞുങ്ങളും ആ ഒരു പാട്ട് പാടിയത് കൊണ്ട് എന്താണ് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം കൊടുത്തിരിക്കുന്നത് ഇവരാണ്. ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന കത്തോലിക്കക്കാരാണ്. അവരുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഈ കത്തോലിക്കക്കാരാണ്. അതാണ് ഞാൻ കണ്ടത്. മറ്റവരാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ അറിവുകേടായിരിക്കാം. ഞാൻ കണ്ടത് പ്രകാരം. ഓക്കെ, ഇനിയും ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കൂ. നല്ല നല്ല പാട്ടുകൾ പാടുമെന്നേ, നല്ല പാട്ടുകൾ പാടും. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും അടിച്ച് താക്കരുത്, ഉയർത്തിക്കൊണ്ട് വരൂ. ഈ കുഞ്ഞുങ്ങളുടെ പാട്ടിനോട് അസൂയ തോന്നുന്നവർ പലരും ഈ കുഞ്ഞുങ്ങളുടെ ഈ ഫ്യൂച്ചറെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, അവസരങ്ങളെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോഴിത് അവരുടെ അച്ഛൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇവരെ അധിക്ഷേപിക്കുന്നുണ്ട്. അതിനെതിരെ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള അശോകൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇതാ വീണ്ടും എനിക്ക് വീഡിയോയുമായി വരേണ്ട അവസ്ഥയാണ്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്.
ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വീഡിയോ അല്ല ചെയ്തത്. ഞാനൊരു മതത്തെ പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് വിളിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം എവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യം പറഞ്ഞേക്കുന്നത്? എങ്ങും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പിള്ളേരുടെ അവസരങ്ങൾ ചിലർ തട്ടിക്കളയുന്നു, അല്ലാതെ ഇന്ന മതത്തിൽപ്പെട്ടവരെന്നോ എന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർ അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത് ഇവരാണ്, ക്രിസ്ത്യാനികളാണെന്നാണ് ഇവർ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ അടിച്ച് ആക്ഷേപിച്ചൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. നിങ്ങൾ അവസരം കൊടുക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളുടെ അവസരം തട്ടിക്കളയുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കൊള്ളുന്നെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് എൻ്റെ മക്കളെ മോശമായിട്ട് ചിത്രീകരിച്ച് അവരെ തെറിവിളിച്ച് നടക്കുന്നവർക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ നല്ലവരായ നമ്മുടെ നാട്ടുകാരെയോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരാളെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളെ ഇങ്ങനെ പറയുമ്പോൾ ഏതൊരച്ഛൻ പ്രതികരിക്കും? ഞാൻ അത്രയും പ്രതികരിച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞതെന്നറിയാമോ? പട്ടിക്കുഞ്ഞുങ്ങളെന്ന്. ആ പെഞ്ചു കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ഏതച്ഛനാ സഹിക്കുക? ആർക്കാ സഹിക്കുക? ഇങ്ങനെയൊക്കെ പറഞ്ഞവർക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറയത്തില്ലേ? നിങ്ങൾ ആരും പറയത്തില്ലേ? നിങ്ങളുടെ കൊച്ചിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? ഇല്ലല്ലോ. അതേ അദ്ദേഹം ചെയ്തുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഞങ്ങളിപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 2 വർഷം മുമ്പ് ഒരു റിയാലിറ്റി ഷോ പോയി, അതിൻ്റെ ഇടയിൽ വെച്ച് ഞങ്ങൾക്ക് കിറ്റ് ചെയ്തു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കണ്ണീർ അവിടെ വരേണ്ട ഒരു അവസ്ഥ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ആ ഫ്ലോറിലല്ല, പുറത്തായിരുന്നു. അതിനെതിരെ ഞാനിങ്ങനെ 1-2 ആളോട് പറഞ്ഞപ്പോൾ അവരൊക്കെ ഞങ്ങളെ എന്താ പറയുക, തെറ്റിദ്ധരിപ്പിച്ച് പലതും അവരെ കുറ്റം പറയിപ്പിച്ച് ഞങ്ങളെ അവിടെ നിന്ന് ചാടിച്ചു. ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, നമ്മുടെ കുട്ടികൾ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അസൂയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞതാണ്, സോറി പറഞ്ഞതാണ്. കാരണം അതൊരു പറ്റി. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു കണ്ണീർ അവിടെ കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു. പിന്നീട് ആ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ചാടിച്ചു. പിന്നീടാണ് ഞാൻ ഇതൊക്കെ ഞങ്ങൾ അവരുടെ കെണിയിൽ വീണതാണെന്ന് മനസ്സിലാക്കിയത്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആ ചാനലിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യുന്നവരെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് പേര് ഞങ്ങളെ എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, അവരൊന്നും. സഹോദരനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതുമൂലം നിങ്ങളുടെ കൊച്ചിൻ്റെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. പലരും പലതും പറയും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റൊരുത്തൻ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിരികേറ്റി തന്ന് അത് നിങ്ങൾക്ക് മെനയായി മാറരുത്. അതുമൂലം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോകരുത്. അത് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാട്ട് കൊടുക്കാതെയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വീണ്ടും എന്താ പറയുക, അവരുടെ അവസരങ്ങളെ നിഷേധിച്ച് അവരെ അങ്ങ് അടിച്ച് താഴ്ക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ ആർക്കും സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുദാസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവർ പാടി, അവരുടെ കാലഘട്ടം കഴിഞ്ഞു. ഇനിയും വരുന്നത് പുതിയ തലമുറയാണ്. ഈ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കണം. ഇവരെ പ്രോത്സാഹിപ്പിച്ചാലേ നാളത്തെ യേശുദാസും നാളത്തെ MG ശ്രീകുമാറും ഒക്കെ ആകത്തുള്ളൂ. അത് ഒരു ജാതിയുടെ പേരിലും അതൊരു മതത്തിൻ്റെ പേരിലും അതൊരു വിഭാഗത്തിൻ്റെ പേരിലും അങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളല്ലാതെ നാളെ വളർന്നു വന്ന് പാടാൻ ആരുണ്ട്? അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഈ അച്ഛൻ്റെ വികാരമാണ് അവർ പറഞ്ഞത്. ഈ അച്ഛനുണ്ടായ മാനസിക അവസ്ഥയാണ് ഈ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞത്. അതൊരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഒരു മക്കളുടെ ഭാവി നശിപ്പിക്കുന്ന കുറേ ആൾക്കാർ, അവർക്കെതിരെയാണ് ഇവിടെ ഈ അച്ഛൻ പറഞ്ഞത്. ഇതുപോലെ അച്ഛൻ പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കാം. ഒരു ചാനലിൻ്റെ ഭാഗമല്ല എന്ന് ഞാനിപ്പോൾ അറിഞ്ഞു. അപ്പോൾ ഞാനതിൽ സന്തോഷിക്കുന്നൊന്നുമില്ല. കാരണം അവർക്ക് നാളെ നല്ലത് വരട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഒരു ജാതിയെയോ ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറയുമില്ല. കാരണം ഞാൻ ഒരു മതസൗഹാർദ്ദമായ ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇനാഗ്രേഷന് പോകാനുണ്ടായി. കുട്ടികൾക്ക് ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് ആ സ്കൂളിൽ കണ്ട ആ സൗഹാർദ്ദം ഞങ്ങളെ ഞെട്ടിച്ചു. കാരണം അവിടെ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപോലെ, അപ്പോൾ അവരുടെ ആ സ്നേഹവും അതൊക്കെ ഞാൻ കണ്ടതാണ്. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. സഹോദര, അതോ കറക്റ്റാണ്. നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചില ആൾക്കാരും ഉണ്ട്, കീടങ്ങൾ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെയുള്ള കീടങ്ങളാണ്. അത് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇല്ലയെന്ന്. അതുണ്ട്. അത് ഇല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കേട്ടോ? അപ്പോൾ ബാക്കി ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന 2 കുട്ടികൾ, ഒരു സാധാരണക്കാരൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുശുമ്പ് മാത്രമാണ്. അത് 1, 2, 3 പേരൊന്നുമല്ല ഇതിനകത്തുള്ളത്. എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ നിന്ന് സംഭവിച്ചത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ചാടിച്ചതാണ്. ഞങ്ങൾ ക്ഷമ ചോദിച്ചതാണ്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമ ചോദിച്ചതാണ്.
പിന്നെ ഞങ്ങളെ പലതും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും നിങ്ങളെ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങളെ ചാടിച്ചതാണ്. ഞാൻ ഇതുവരെ ഒരാളോട് അത് പറഞ്ഞിട്ടില്ല ആ കാര്യം. ഇന്നും ഞാൻ അവരോട് പറയുകയാണ്, ആ ചാനലുകാരോട് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരിക്കലും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നീട് ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തോന്നിയത് ആ പറഞ്ഞവരൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയപ്പോൾ ചിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ അവരാരാണെന്നോ എങ്ങനെയാണെന്നോ പറയുന്നില്ല. കാരണം ഇന്ന് ലോകത്ത് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. ഇന്ന് കണ്ടവനെ നാളെ പോയി അടിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാനൊരു പേടിയുണ്ട്. കാരണം നമ്മൾ സാധാരണക്കാരനാണ്, സാധാരണയിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും ഒരിക്കലും ഇത് കുറ്റം പറയാനോ ഒന്നിനും നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ചോറ് തരുന്ന കൈകളെ ഞാൻ ഒരിക്കലും തട്ടിമാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് ഞങ്ങൾക്ക് കൈ തരുന്നു ആ കൈകൾ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതല്ലാതെ ഇനി ഒരിക്കലും അവരാ ഞങ്ങളെ പാടിക്കുന്നത്, അപ്പോൾ ആ പാടാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയാനും പാടില്ല. ഞങ്ങൾ പാടുക തന്നെ ചെയ്യും. കാരണം അവർ ഞങ്ങൾക്ക് ചോറ് തരുന്ന കൈയാണ്. നിങ്ങളും നമ്മൾക്ക് അതുപോലെ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ പാട്ടുകൾ പാടും, എല്ലാ പാട്ടുകളും പാടും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പാട്ടുകൾ പാടുന്നു. ഒരിക്കലും ഞങ്ങൾ നിർത്തൂല. ആര് ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ അവരെ പാട്ടൊക്കെ പാടുകയും ചെയ്യും. എല്ലാവരും ഞങ്ങളെ കൂടെ വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഈ പാവട്ട ഈ സാധാരണക്കാരൻ വളർന്നു വരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇന്ന്. കാരണം അവനെ വളർത്താൻ ഒത്തിരി പേരുണ്ടെങ്കിലും തളർത്താൻ 1-2 ആൾക്കാർ മതി. പക്ഷേ ഞാനവിടെ തളരാനോ തകരാനോ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ വലിയ ഉയർച്ചയിലെത്തിക്കുക തന്നെ ചെയ്യും. എനിക്കാവുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ ഉയർച്ചയിലെത്തിക്കും. നാളെ കുറ്റം പറഞ്ഞവർ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദിനം വരുന്നത് വരെ ഞാൻ ഇത് തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും 2000-ന് മേലെ ആൾക്കാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. വലിയ ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയത്. നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ കുറ്റം പറയില്ല. ഒരാളെയും ഞങ്ങൾ കുറ്റം പറയില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ, ഈ എൻ്റെ ശത്രുക്കളും നാളെ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ഒരു കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളൊരു അച്ഛനാണ്. നിങ്ങളുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. തളരാനും തകർക്കാനും പലരും ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പറന്നുയർന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ പറന്നുയർന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അല്ലാതെ തളരരുത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് വലുത്, ഞാൻ ഇവിടെ പാട്ട് നിർത്തുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ പാട്ട് നിർത്തുന്നു എന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ശാസിച്ചിരുന്നു. അതല്ല വേണ്ടത്. പഠിത്തത്തോടൊപ്പം കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കഴിവ്, ആ കഴിവിനെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കണം. അതായിരുന്നു വേണ്ടത്. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡായിരിക്കുന്നു. ഇനിയും നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡാവണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസരങ്ങൾ തട്ടിക്കളയുന്നവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു തൻ്റെട നിങ്ങൾക്ക് വേണം. അതുമാത്രവുമല്ല, നിങ്ങളുടെ കുഞ്ഞിന് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. എവിടെ നിന്ന് കിട്ടുന്നോ അത് നിങ്ങൾ ഉപയോഗിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരായാലും ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ക്രിസ്ത്യൻ പാട്ടുകൾ പാടുന്ന അവസരങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അത് നിർത്താനായിട്ട് അദ്ദേഹം പോകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നന്ദിയുള്ളവനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അവസരം കൊടുക്കൂ. കുട്ടികൾ നല്ലപോലെ പാടുവന്നേ. കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കൂ. കുഞ്ഞുങ്ങളെ ഒരിക്കലും വളർന്നു വരുന്ന തലമുറയാണ്. നാളത്തെ യേശുദാസോ നാളത്തെ KS ചിത്രയോ ഇവരാകത്തില്ല എന്ന് എങ്ങനെ കണ്ടു? അതുകൊണ്ട് തന്നെ നല്ല അവസരങ്ങൾ കൊടുക്കൂ. നല്ല രീതിയിൽ പാടാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, കേട്ടിരുന്നു പോകും. അതുകൊണ്ട് തന്നെ വാഗൊണ്ട് പറയേണ്ടതല്ല, ഒന്നും ചെയ്ത് കാണിക്കണം. അതിലാണ് വിജയം. മലയാളി എന്ന് പറയുമ്പോൾ കേരളക്കരയെല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടാരത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് എന്നാണ് പൊതുവെ ചർച്ച. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ നിന്ന് പ്രേമിച്ച ഒരു മുസ്ലിം ചെറുക്കനും അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു പെണ്ണും അവിടെ നിന്ന് അവർ നാട്ടിൽ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ചു. അവിടെ അവർക്ക് പറ്റത്തില്ല. അവിടെ ലഹളയായി. അവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിൽ വലിയ ബഹളമായി. അവരെ കത്തിക്കും, ഈ ചെറുക്കനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ബഹളം ഉണ്ടാക്കി. അന്നേരമാണ് അവിടെ നിന്ന് നാട്ടിൽ വരികയും നാട്ടിലെ ആൾക്കാർ അവരെ ചേർത്ത് പിടിക്കുകയും കേരളത്തിലെ പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി അവരുടെ കല്യാണം നടത്തി വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കെട്ടുറപ്പ് തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ പേരുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറയുന്ന കാത്തുക്കുട്ടിക്കും കേദാർനാഥിനും ഇനിയും കുറേ അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും